തുല്യമായി ഭാരതത്തിലുള്ള സകല മനുഷ്യരെ എല്ലാ പൗരന്മാരെയും സമതുല്യമായി വീക്ഷിക്കാനുള്ള അധികാരം പകരുന്നതാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ ഭരണഘടനയുടെ ശില്പിയായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോട്ടിലാൽ നെഹ്റു, അദ്ദേഹം ഈ ഭരണഘടന തയ്യാറാക്കിയ സമയത്ത് ഭാരതത്തിലുണ്ടായിരുന്ന ക്രൈസ്തവ മിഷണറിമാരോട്, ക്രൈസ്തവ സഭാ മേലധികാരോട് ഒരു കാര്യം ചോദിച്ചു. ന്യൂനപക്ഷങ്ങൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകവിധമായ അവകാശങ്ങൾ ഭരണഘടനയിൽ എഴുതി ചേർക്കണമോ എന്ന് ചോദിച്ചപ്പോൾ ആ സഭാധികാരികളും ക്രൈസ്തവ വിശ്വാസികളും പറഞ്ഞത്, ഈ ഭാരതത്തിൽ ഏതൊരു പൗരനും ലഭ്യമാകുന്ന അതേ അവകാശം മാത്രം മതി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാണ് ക്രൈസ്തവ പുരോഹിതരും സഭ എതിർത്തു. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രിയമുള്ളവരെ, ക്രൈസ്തവരെന്ന് പറയുന്നത് ഈ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വഹിക്കുന്നവനാണ്. അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രകാശമുണ്ട്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അത് ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇരുളിന് കീഴടക്കാനാവാത്ത വലിയ പ്രകാശമായ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന ഓരോ ക്രൈസ്തവനും ഈ ഭാരതത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കുകയല്ല, മറിച്ച് ഈ ഭാരതത്തിന് ധാരാളം സംഭാവന നൽകാനാണ് ക്രിസ്ത്യാനി ആഗ്രഹിച്ചത്, ക്രൈസ്തവൻ ഉദ്യമിച്ചത്. ഈ ഭാരതത്തിൽ ധാരാളം നന്മകളും സംഭാവനകളും സേവനങ്ങളും നൽകുവാൻ വേണ്ടിയാണ്. എന്താണ് കാരണം? ഈ ഭാരതത്തിലുള്ള ഭൂമിയിലെ ഭാരതത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതലുള്ള സകല മനുഷ്യരെയും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും അവരുടെ ഉള്ളിൽ അവരുടെ മുഖത്ത് ദൈവത്തെ ദർശിക്കാനുള്ള ഉയർന്ന കാഴ്ചപ്പാടിന്റെ ഉടമകളായ ക്രൈസ്തവൻ ക്രിസ്ത്യാനി പറഞ്ഞു, അല്ലെങ്കിൽ സഭാ മേലധികാരികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭാരതത്തിലുള്ള ഏതൊരു പൗരനും ലഭ്യമാകുന്ന അവകാശം മാത്രം മതി എന്ന് പറയാൻ കാരണം, നമുക്ക് സംഭാവന നൽകാനാണുള്ളത്, നന്മകൾ കൊടുക്കാനാണുള്ളത്. കാരണം നിറഞ്ഞ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വഹിക്കുന്നവരാ. ആ ഭാരതത്തില് ഇപ്പോൾ നമ്മെ സംബന്ധിച്ച് ഈ അടുത്തുണ്ടായ ഈ ഛത്തീസ്ഗഡിലെ സംഭവം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്, നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്തിനാണത്? രണ്ടും കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്യുക വഴി നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ്. എന്താ കാരണം? ഭരണഘടനയില് മനുഷ്യന് അവകാശം ഉറപ്പ് നൽകിയിട്ടൊന്നിന് ഉണ്ട്. എന്ത്? ഈ നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഘോഷിക്കാനും ആ വിശ്വാസം സംരക്ഷിക്കപ്പെടാനും ആ വിശ്വാസം നാം